ബസ്സിൽ പുതിയതും പഴയതുമായ പാട്ടുകളെല്ലാം വെച്ചിട്ടുണ്ട്. വിൻഡോ സീറ്റിലിരുന്ന് ഈ വയലുകളും പാട്ടുകളുമൊക്കെ ആകുമ്പോൾ വേറൊരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നതായി തോന്നും. റോഡുകളിലെല്ലാം പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സൈഡിലെ വയലൊക്കെ മണ്ണിട്ട് നികത്തുന്നുണ്ട്. പക്ഷേ നമ്മളിതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിരുന്നാലും എൻ്റെ മനസ്സ് വേറെ എവിടെയൊക്കെയോ യാത്ര ചെയ്യുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മാമ്മ വീട്ടിൽ നിന്ന കാര്യവും അപ്പോൾ അതിൻ്റെ അമ്മാമ്മേരെ വീടിൻ്റെ അടുത്ത് വയലാണ്. ഇതേപോലെ വയലൊക്കെയാണ്. റോഡ് സൗകര്യമൊന്നുമില്ല, അവിടെ വയലാണ്. അപ്പോൾ ഞാൻ വയലിൽ പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. ഇപ്പോൾ നമ്മളീ കാണുന്നത് നെൽവയലല്ല, നിലവിൽ കൃഷിയൊന്നും ഇല്ലാതെ കിടക്കുന്ന വയലാണ്. നമുക്ക് നശിച്ച വയലെന്ന് പറയാൻ പറ്റത്തില്ല, നശിച്ചു പോയി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതും ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗം തന്നെയാണ്. ഈ ഒരു ഘട്ടവും ആവാസ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ്. നമ്മളല്ലേ വയലിൽ നെല്ല് വെച്ചതും കൃഷി ചെയ്തതുമെല്ലാം. പണ്ട് എങ്ങനെയായിരുന്നു നമുക്കറിയാം, അതിന് മുന്നേ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് പഴയ വീടുകൾ, പൊളിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ കാണാൻ പറ്റും. ഇടയ്ക്ക് ഈ മണ്ണിട്ട് നികത്തി കണക്കൊക്കെയാണ് വീടുകൾ. പിന്നെ വീണ്ടും വയലായി കേട്ടോ. വയലും നടുക്കൊരു മരമൊക്കെ നിൽക്കുന്നതും ഒക്കത്താ ദൂരത്ത് ഇങ്ങനെ വയലുകളാണ്. അപ്പോൾ ഞാൻ ഈ പതുക്കെ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോയി കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുട്ടിക്കാലത്ത് ചെറുതിലെ എൻ്റെ അമ്മമ്മയുടെ അടുത്ത് വയലിൽ ആന വരണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച്. അപ്പം ഈ സൈഡിലൊക്കെ തൊഴിലാളികൾ നിന്ന് പണി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ തുണിക്കടകളുടെ വലിയ കമാനങ്ങളൊക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ പെയ്ത് മാറിയല്ലേ, അപ്പോൾ അതിൻ്റെ ചെളികളുണ്ട്. പിന്നെ കുറേ ദൂരം വീടുകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ കാണുന്ന ഒരു വർഷാപ്പാണെന്ന് തോന്നുന്നു, ഓയിൽ കമ്പനിയുടെയൊക്കെ പരസ്യമൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു പെരടത്തിന് വലിയ തെങ്ങുകളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 25 വർഷത്തിനകത്തുള്ള തെങ്ങുകളാണിത്. കാരണം അത്ര പൊക്കമേ ഉള്ളൂ ഇതിനൊക്കെ. കാരണം വയൽ നികത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു 2000 കാലഘട്ടത്തിലൊക്കെ വെച്ച തെങ്ങുകളായിരിക്കാം ഇത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകും. കൃഷികളൊന്നുമില്ല കേട്ടോ, ഒരു കൃഷിയൊന്നുമില്ല. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ കാട് പിടിച്ച് അതൊരു ആവാസ വ്യവസ്ഥയാണല്ലോ. ഇപ്പം തവളയും അങ്ങനെയൊക്കെയുള്ള ജീവികളൊക്കെ അതിനകത്ത് കാണും. ഇപ്പം അത് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ തന്നെ ഒരു ഭാഗമാണ്. പിന്നെ ഇങ്ങനെ വരുന്നവർക്ക് പുതിയ പുതിയ പോസ്റ്ററുകളൊക്കെ കാണുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ്റെ പടങ്ങൾ ആഴ്ചയാഴ്ച ഇറങ്ങുകയല്ലേ, അതിൻ്റെയൊക്കെ പോസ്റ്റർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പോസ്റ്ററിനപ്പോഴാണ് ഇപ്പോൾ സിനിമ ഇറങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പം നിലവിൽ വലിയ താല്പര്യമില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് നമ്മൾ വലിയതായിട്ട് ശ്രദ്ധ. പിന്നെ ഈ തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞാൽ യൂസ്ഡ് കാറിൻ്റെ കുറേ ഡീലർമാരുണ്ട് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇവരുടെ നല്ല ആടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവർ വണ്ടി നമുക്ക് കേട്ടാൽ തോന്നും ഇവർ ചുമ്മാതെ കൊടുക്കുകയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇവരുടെ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം ഒരുപാട് യൂസ്ഡ് ഡീലർമാരും ഉണ്ട്. അപ്പോൾ അവരെ വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഹോട്ടലുകളൊക്കെ ഇപ്പം തുറന്നിട്ടില്ല കേട്ടോ. ഹോട്ടലിൽ എനിക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പ്രവർത്തനം തുടങ്ങത്തുള്ളൂ. അതായത് കൂടുതലും അറേബ്യൻ ഫുഡ്സാണല്ലോ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തുറക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഈ പോകുന്ന റോഡിൻ്റെ ഇടതും വലതും എല്ലാം വയലുകൾ തന്നെയാണ് കേട്ടോ. ഇടതൂർന്ന് വയലുകൾ, മരങ്ങൾ നിൽക്കുന്നത് പോലെ വയലുകൾ തന്നെയാണ്. വയലിന് സെൻറ്ററിൽ കൂടെ ഉള്ള വഴിയാണ്. അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയായിരിക്കും ഇതുവഴി ഇത്രയും തിരക്കൊന്നുമില്ല സമയത്ത് രാത്രിയൊക്കെ പോകുന്നത് ഭയങ്കര ദുഷ്കരമായിരിക്കുക. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ അടക്കയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഈ പൊതുവെ ചിലത് പാലക്കാട് സൈഡിലാണ് അടക്ക ഭയങ്കരമായിട്ട് നമ്മളെ ഈ അടക്കത്തോട്ടങ്ങളൊക്കെ ഉള്ളത്. ഇതൊരു പഴയ വീടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ വീട് തന്നെ ഇത് എന്തുകൊണ്ട് അതല്ല വീട് തന്നെ കേട്ടോ. ഇതൊരു 30 കൊല്ലം പഴക്കം കാണും. 30 35 കൊല്ലത്തിൽ പുറത്ത് പഴക്കം കാണും. കാരണം 90കളിലെ 85കളിലെ മോഡലാണ് ആ വീടിൻ്റെ, എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഈ മുതുവറ മഹാദേവ ക്ഷേത്രമാണ്. ഞാനും എൻ്റെ ഒരു സഹയാത്രികൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രമാണ് ഇതെന്ന് പറയപ്പെടുന്നത്. അതാണ് ഐതിഹ്യം. അതുപോലെ തന്നെ 108 ശിവൻ്റെ 108 മഹാക്ഷേത്രങ്ങൾ അതിലുൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതുകൂടാതെ തന്നെ സതീദേവിയുടെ വിയോഗത്തെ തുടർന്ന് സംഹാര താണ്ഡവമാടുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശിവൻ്റെ പ്രതിഷ്ഠ അങ്ങനെയുള്ള പ്രതിഷ്ഠയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ 2 ആൽമരമൊക്കെ കാണാൻ കഴിയും. നമുക്ക് ഈ ആൽമരത്തിൻ്റെ ഇട സൈഡിൽ ഒരു ആൽമരമുണ്ട്. അവിടെ വാഹനങ്ങൾ ഇട്ടേക്കുന്ന ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരം ഇല്ലെന്നാണ് പറഞ്ഞത്. കൊടിയേറി ഉത്സവം യാത്രക്കാരെ കൂടുതൽ ചോദിക്കാൻ വിട്ട് ഉത്സവമില്ലാത്തതാണോ അതോ കൊടിയേറ്റം അങ്ങനെയുള്ള ചടങ്ങില്ലാത്തതാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പം ഈ വീഡിയോ ആരെങ്കിലും അവിടെയുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ തയ്യാറെടുത്ത് പോയതല്ല, ഒരു യാത്രക്കിടയിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ഇതിനകത്ത് വരാം, ഉണ്ടെങ്കിൽ ദയവായിട്ട് ചൂണ്ടിക്കാണിക്കുക.
അപ്പോൾ നമുക്ക് എല്ലാവരും തികഞ്ഞവരല്ലല്ലോ. അപ്പം അവിടെ നിന്ന് വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുരളി കൈലാസ് സ്മാരക ബസ് സ്റ്റാൻഡ് മുതുവ 1994 ഒരു സ്മരണയ്ക്ക് വേണ്ടി ചെയ്ത ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. അപ്പം അവിടെ രണ്ട് ആല് പിന്നെ വേറെയൊക്കെ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പം അതിൻ്റെ ചുറ്റും തന്നെ വാഹനങ്ങൾ ഇട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. എന്തായാലും നല്ല ചൈതന്യമുള്ള ഏരിയ. പൊതുവേ തൃശ്ശൂർ ഒരു ക്ഷേത്ര നഗരമാണല്ലോ, നഗരമാണ്, സാംസ്കാരിക നഗരമല്ലേ തൃശ്ശൂർ. പക്ഷെ എന്നാലും സംസ്കാരത്തിൻ്റെ ഭാഗമാണല്ലോ അമ്പലങ്ങളെല്ലാം. അതുപോലെ ഇവിടെ ഒരു മരത്തിൽ നിറയെ പട്ടും കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടിയും ഉണ്ട്, എന്തോ അറിയത്തില്ല, പട്ട് ചുറ്റിച്ചാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ പറയുക. ഇപ്പം ബസ് അവിടെയൊക്കെ പാസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.